സിനിമ അസാധ്യമായിട്ടുള്ള സിനിമയാണ്. നല്ല സിനിമ. ഞാൻ പൂർണ്ണമായിട്ടും അത് എൻജോയ് ചെയ്തു. ബോക്സിങ്ങും സ്പോർട്സും ഒക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഒത്തിരി ഹരം പിടിപ്പിക്കുന്ന ഒരു സിനിമയാണ്. പ്രത്യേകിച്ച് മലയാള സിനിമയിൽ സ്പോർട്സുമായിട്ട് കണക്ട് ചെയ്ത് വളരെ ചെറിയ സിനിമകളാണ് വന്നിരിക്കുന്നത്. അതെല്ലാം ഭയങ്കര അത്യാവശ്യം സക്സസ് ആയ സിനിമകളാണ്. ബോക്സിങ് ഇത്രത്തോളം ജനങ്ങളിലേക്ക്, പ്രത്യേകിച്ച് കോഴിക്കോടും മലപ്പുറം ഒക്കെ നമുക്കറിയാം, കേരളത്തിൽ ബോക്സിങ്ങിനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആരാധകരുണ്ട്. നമുക്ക് വേണമെങ്കിൽ മലയാള സിനിമയുടെ മൈക്ക് ടൈസൺ എന്നുള്ളൊരു ടൈറ്റിൽ വേണമെങ്കിൽ പെപ്പയ്ക്ക് കൊടുക്കാൻ പറ്റും. അത്രത്തോളം നന്നായിട്ട് പുള്ളി ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഫിസിക്ക്, ട്രെയിനിങ്, ഡയറ്റിങ് എല്ലാം നോക്കി എനിക്ക് തോന്നുന്നു, ഞാൻ വായിച്ചതും അറിഞ്ഞതും ഒക്കെ അങ്ങനെയാണ്. അത്രത്തോളം അവർ എഫേർട്ട് എടുത്തിട്ടാണ് ഈ ഒരു ക്യാരക്ടർ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ റിസൾട്ട് സിനിമയിലുണ്ട്, ഉറപ്പായിട്ടും ഉണ്ട്. ഇപ്പോൾ മാർക്കോയിൽ നമുക്കറിയാം, അത് വേറൊരു ഫുൾ ബ്ലാക്ക് ഷെയ്ഡിലേക്ക് പോകുന്ന ഒരു സിനിമയാണ്. ഭയങ്കരമായിട്ട് വയലൻസും കാര്യങ്ങളൊക്കെ ഉള്ളൊരു സിനിമയാണ്. ഇത് നേരെ തിരിച്ചാണ്. അതിൽ ഉണ്ണി ചെയ്തുകൊണ്ട് വരുന്ന കുറേ സിനിമകൾക്ക് ശേഷം വന്ന നല്ലൊരു അസാധ്യ സിനിമയായിരുന്നു മാർക്കോ. അതേപോലെ തന്നെയാണ് ഇപ്പോൾ പെപ്പയുടെ പല സിനിമകളും. ചില സിനിമകൾ ഒരല്പം സക്സസ് ആയാൽ ചില സിനിമ ഭയങ്കര ലോ ലെവലിലോട്ട് പോയിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് കഴിവുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. ചില സിനിമകളുടെ മൊത്തത്തിലുള്ളൊരു ഫേറ്റ് ആയിരിക്കാം. പക്ഷേ ഈ സിനിമയിൽ അതൊക്കെ മാറ്റി. കാരണം ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നില്ല പുള്ളിയെ പിടിച്ചാൽ കിട്ടുമെന്ന്. ഇപ്പോൾ ഹോളിവുഡിൽ ഇത്രയും വലിയൊരു ആക്ടർ കൂടെ അഭിനയിക്കാൻ സാധിക്കുന്ന ഒരാൾക്ക്, അല്ലെങ്കിൽ അതിന് തക്ക ഒരു ഫിസിക്ക് സൂക്ഷിച്ച് ഇത്ര ഒരു ചലഞ്ചിങ് ക്യാരക്ടർ ചെയ്യാൻ ധൈര്യമുള്ള പെപ്പയ്ക്ക് ഇനി ഏത് സിനിമയും വഴങ്ങും. എനിക്ക് തോന്നുന്നത് പുള്ളിക്ക് നമ്മൾ ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്, നമ്മുടെ മലയാളത്തിൽ നിന്ന് ഹോളിവുഡിലേക്ക് എത്രത്തോളം ഒരു ഇതിലേക്ക് അദ്ദേഹത്തിന് പോകാൻ സാധിക്കട്ടെ. ഞാൻ അത്രയും ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. സാധാരണക്കാരനായ ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിൽ ഇത്രയും വളരുന്ന കാണുമ്പോൾ സന്തോഷമുണ്ട്. ഈ സിനിമ എല്ലാവരും തിയേറ്ററിൽ വന്ന്, കുട്ടികൾക്കും കുടുംബങ്ങൾക്കും എല്ലാവർക്കും വന്നിരുന്നു. യാതൊരു വൾഗറും ഇല്ല. നല്ല സിനിമയാണ്. ഒരു ചെറിയൊരു സറ്റയർ അവിടെ ഇവിടെയൊക്കെ ഉണ്ടെന്ന്, എല്ലാത്തിലും തൊട്ടു പോകുന്നൊരു സാധനം. അതിനകത്ത് യൂണിറ്റി പറയുന്നുണ്ട്, അവിടെ ഒരു എന്താ പറയുന്ന നമ്മുടെ കേരളത്തിൻ്റെ തനിമ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ സ്ത്രീയായാലും പുരുഷനായാലും ഇത്തരം സ്പോർട്സ് അല്ലെങ്കിൽ ആയോധന കലകൾ ശീലിക്കേണ്ട ഒരു സാധനം എല്ലാ സിനിമയിലൂടെ തൊട്ട് പോകുന്നുണ്ട്. സിനിമ നല്ല സിനിമയാണ്. എല്ലാവരും സിനിമ ഒന്ന് കാണുക. അടിപൊളിയായിട്ടുണ്ട്. ത്രില്ലിംഗ് എക്സ്പീരിയൻസ് ആണ്. തിയേറ്ററിൽ മസ്റ്റ് വാച്ച് ആണ്.